പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലോട്ട് പോയേക്കുവാണ്. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ഞാൻ ആദ്യം പോകുന്നത് ചിപ്സിൻ്റെയും കപ്പ് കേക്കിൻ്റെയും ഒക്കെ സൈഡിലോട്ടാണ്. നമ്മുടെ പിള്ളേർ അതേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കപ്പ് കേക്ക് നോക്കാൻ വേണ്ടി ചെന്നപ്പം നമ്മുടെ സ്ട്രോബെറിയുടെ കപ്പ് കേക്കാണ് കുട്ടി കഴിക്കുള്ളൂ. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പം ചേച്ചി പറഞ്ഞു സ്റ്റോക്ക് കഴിഞ്ഞു പോയെന്ന്. അപ്പോൾ അങ്ങനെ മറ്റ് ബിസ്ക്കറ്റുകളൊക്കെ നോക്കിയപ്പം അതൊന്നും അവർ കഴിക്കുന്ന ടൈപ്പല്ല കേട്ടോ. അവർ ഓറിയോ ഒക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ ചിപ്പ് പറഞ്ഞു ഓറിയോ വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓറിയോ എടുത്തു. മറ്റ് ബിസ്ക്കറ്റൊന്നും നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അതേ നമ്മൾ അടുത്തായിട്ട് ഈ ഒരു ചുട്ടരച്ച ചമ്മന്തി തോളൂരിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതില്ലാതെ നമ്മുടെ ഇച്ചുക്കുട്ടൻ്റെ ചോറ് ഇറങ്ങത്തില്ല കേട്ടോ. അവൻ എപ്പോൾ നോക്കിയാലും ഛർദ്ദിക്കാൻ വരുന്നു, ഈ ഒരു അച്ചാർ വേണം എന്ന് പറയലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അച്ചാറും എടുത്തു. അതിങ്ങനെ കഴിയുന്നതിനനുസരിച്ച് തോരെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കും. അതിന് ശേഷം നമ്മളിതേ ഈ ഒരു വറക്കുന്ന ഹാർട്ട് എടുത്തു. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിച്ചോളും. അതിന് ശേഷം നമ്മളൊരു കടുക് എടുത്തിട്ടുണ്ട്. കടുക് കഴിഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. അതനുസരിച്ചിട്ടാണ് കടുക് എടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വാങ്ങിക്കേണ്ട സാധനം അരിയായിരുന്നു. അരി എടുക്കാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ തന്നെ നമ്മൾ പോയി ഒരു തൈരും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചി അരിയൊക്കെ തൂക്കം നോക്കി. അപ്പോൾ അത് 10 കിലോ ഇല്ലായിരുന്നു. നമ്മൾ 10 കിലോ അരിയാണ് പറഞ്ഞത്. 10 കിലോ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ആ ചേച്ചി എടുത്തിട്ട് കേട്ടോ. അങ്ങനെ അരിയൊക്കെ വാങ്ങിച്ച് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി വന്നു. മെയിനായിട്ട് നമ്മൾ അരി വാങ്ങിക്കാനാണ് കേട്ടോ വന്നത്. അങ്ങനെ അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അടുത്ത ആയുർവേദ കടയിൽ കയറിയിട്ടുണ്ട്. പിള്ളേർക്കുള്ള ചവനപ്രാശം വാങ്ങിച്ചു. ഇപ്പോൾ എല്ലാവരും അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അരിയില്ലെങ്കിൽ നാളെ ചോറ് കിട്ടില്ലെന്ന് ചേച്ചി പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അരി കൊണ്ട് ചേച്ചിക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി കുളിക്കാൻ പോവുകയാണ്. കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മെനക്കേടാണ് മാനേജ് ചെയ്തെടുക്കാൻ വേണ്ടി. അതിനൊരു തരത്തിൽ അടക്കി ഒതുക്കി എണ്ണയൊക്കെ തേച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുളിയും പാസ്സാക്കിയിട്ട് വേണം രാവിലെ പിള്ളേർ പോയി കഴിഞ്ഞിട്ടാണ് സമാധാനത്തോടു കൂടി ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പുതിയ കമ്മൽ മേടിച്ചിരുന്നു. അതിട്ടൊരു പട്ടി ഷോയൊക്കെ കാണിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടിക്ക് പോയി കേട്ടോ. അപ്പോൾ കമ്മൽ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ.